ബിയറും കിഡ്നി സ്റ്റോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബിയർ ഒരു ഡയൂററ്റിക് ആണ്, എന്ന് വെച്ചാൽ കൂടുതൽ എമൗണ്ടിൽ യൂറിൻ പാസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു 3 to 4 മില്ലിമീറ്റേഴ്സ് സൈസുള്ള സ്റ്റോണൊക്കെ ആണെങ്കിൽ യൂറിൻ വഴി എലിമിനേറ്റ് ആവാൻ ഇത്തരത്തിലൂടെ ചാൻസ് കൂടുതലാണ്. പക്ഷേ കിഡ്നി സ്റ്റോണിൻ്റെ പെയിനുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രതടസ്സം അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ ബിയർ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സൺ ചെയ്യാനായിരിക്കും അത് ഇടയാക്കുക. കാരണം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ എക്സ്പെൽ ചെയ്യാൻ കഴിയാതെ വരും. ഇത് കൂടുതൽ വേദനയ്ക്കായിരിക്കും ഇടയാക്കുന്നത്. കൂടുതലായിട്ട് ബിയർ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഓക്സലേറ്റിൻ്റെ അളവ് കൂട്ടുകയാണ് അത് ചെയ്യുക. ശ്രദ്ധിക്കുക, ഓക്സലേറ്റ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണിൻ്റെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. മാത്രമല്ല കൂടുതലായിട്ട് യൂറിൻ എലിമിനേറ്റ് ആവുന്നതിലൂടെ ഡീഹൈഡ്രേഷൻ ഇത് കാരണമാവുന്നുണ്ട്. ബിയർ കൺസംഷൻ ക്യാൻ ഓൾസോ ഇൻക്രീസ് യുവർ വെയ്റ്റ്. ലിവർ ഡാമേജ് എന്ന വലിയൊരു എക്സ്പെൻസ് കേവലം ഡയൂറസിസ് എന്ന കാരണം കൊണ്ട് മറച്ചു വയ്ക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എവറി ചോയ്സ് യു മേക്ക് ഈസ് ക്രിയേറ്റിംഗ് യുവർ ഫ്യൂച്ചർ. ചൂസ് വൈസ്ലി. താങ്ക് യു.